അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചിത്തിര നക്ഷത്രം, ചന്ദ്രൻ ഇവിടെ 7ാമത്തെ ഇവിടെ നിൽക്കുന്നു, രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയാണത് വന്നത്. ഇനി അത്രയും ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമുക്ക് ആ കിട്ടിയ ഗ്രഹനില നമ്മളെങ്ങനെ പഠിക്കും, മനസ്സിലാക്കും എന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. പിന്നെ ഇത് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ദശാകാലങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചൊവ്വാദശയിലാണ് ജനനം. ആദ്യത്തെ ദശാകാലം വന്നിരുന്നത് ചൊവ്വാദശയാണ്. ചൊവ്വാദശാകാലം രണ്ടായിരത്തി 1999 മാർച്ചിലാണ് ജനനം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ശിഷ്ട ജീവിതം, ജന്മശിഷ്ടദശ 1 വർഷം 1 മാസം 28 ദിവസമേ ചൊവ്വാദശയുള്ളൂ. ആദ്യത്തെ ദശാകാലം മുഴുവൻ ഉണ്ടാവില്ല, അത് വളരെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ആ ജനിക്കുന്ന ദിവസത്തിൻ്റെ ടൈമിൻ്റെ അനുപാതത്തിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കിയിരുന്നാൽ അതിൻ്റെ കാൽക്കുലേഷൻ കോംപ്ലിക്കേഷനായിട്ടൊന്നും ആക്കണ്ട. അതൊക്കെ ഭാവിയിലേക്ക് പയ്യെ പയ്യെ പഠിച്ചു വരിക. അപ്പോൾ ജന്മശിഷ്ട 1 വർഷം, അപ്പോൾ 1 വർഷം 1 മാസം 23 ദിവസം, അല്ലെങ്കിൽ 1 വർഷം 2 മാസം എന്ന് കൂട്ടിക്കും. അപ്പോൾ 1 വർഷം 2 മാസം മാത്രമേ എന്തുള്ളൂ ഈ ചൊവ്വാദശ അദ്ദേഹത്തിന് ഉണ്ടാകത്തുള്ളൂ. പിന്നീട് രാഹുർദശ, പിന്നീട് വ്യാഴദശ. അപ്പോൾ ഇപ്പോഴേത് ദശകാലമായിരിക്കും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴേത് ദശയായിരിക്കും? വ്യാഴദശയാണ്. അത് 2018 തുടങ്ങി 34 വരെയുണ്ട്. അപ്പോൾ ഇപ്പോൾ 2024 ഇനി ഒരു 10 വർഷം കൂടെ വ്യാഴദശാകാലമായിരിക്കും. ഇപ്പോൾ വ്യാഴദശയാണ്. 10 വർഷം കൂടെ വ്യാഴദശാകാലമായിരിക്കും. പിന്നീട് ശനിദശയാണ്, പിന്നീട് ബുധദശയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഈ ദശകൾക്കും വ്യാഴദശയാണ്. ഇതിന് അപഹാരങ്ങളുണ്ട്. ആ അപഹാരങ്ങൾ 9 ഗ്രഹങ്ങളുടെയും അപഹാരങ്ങൾ ഈ വ്യാഴദശയിലും ഓരോ ദശയിലും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വ്യാഴദശ അന്തർദശയുടെ അപഹാരങ്ങളാണിത്. തൊട്ട് താഴെ ഇവിടെ വ്യാഴദശയിലെ അന്തർദശ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വ്യാഴം തുടങ്ങിയപ്പോൾ വ്യാഴത്തിൻ്റെ അപഹാരമായിരിക്കും. അത് ഏത് ദശാകാലമാണെങ്കിലും ആ തുടങ്ങുന്ന ദശാകാലത്തിൻ്റെ അപഹാരം തന്നെയായിരിക്കും ഉള്ളത്. അപ്പോൾ വ്യാഴത്തിൻ്റെ അപഹാരം. അപ്പോൾ അതിനുശേഷം ആ ഓർഡറിൽ തന്നെ വ്യാഴം കഴിഞ്ഞ് പിന്നെ ശനിയുടെ അപഹാരമായിരിക്കും. അത് കുറച്ച് നാളത്തേക്കുണ്ടാവും. വ്യാഴദശയിൽ ബുധൻ്റെ അപഹാരം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ബുധൻ്റെ അപഹാരമാണ്. എപ്പോൾ വരെ? 2025 ഏപ്രിൽ വരെ ഈ ജാതകന് ബുധൻ്റെ അപഹാരമാണ്. മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ അപഹാരങ്ങൾ മാറുന്നതനുസരിച്ച് വ്യാഴദശയായിരിക്കും. വ്യാഴദശാകാലത്ത് ഇത്രയും വർഷങ്ങളോളം ഒരേപോലെ ആയിരിക്കത്തില്ല ആർക്കും. എന്തുകൊണ്ടാണ്? വ്യാഴദശയിൽ ഈ അപഹാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഈ അപഹാരങ്ങൾ മാറുന്നതനുസരിച്ച് ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഈ മഹാദശ അധിപൻ്റെയും ഈ ദശാപഹാര ഗ്രഹത്തിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ആ ജാതകൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വ്യാഴം ബുധൻ ഇവർ രണ്ടുപേരും എങ്ങനെയാണ്? ബന്ധുക്കളാണോ ശത്രുക്കളാണോ?
പയ്യെ നോക്കി കണ്ടുപിടിച്ചോളൂ. കിട്ടിയോ? ഇമേജ് നേരത്തെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇമേജ്. അപ്പോൾ നമ്മൾ വ്യാഴദശാകാലമാണ് നമ്മൾ അവിടെ കണ്ടത്. വ്യാഴദശാകാലമാണ്, അതിൽ ബുധൻ്റെ അപഹാരമാണിപ്പോൾ. വ്യാഴദശാകാലമാണ്, അതിൽ ബുധൻ്റെ അപഹാരമാണ്. ഇവർ രണ്ടും കൂടെ ചേർന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഫലമായിരിക്കും ജാതകനിപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ബന്ധുക്കളാണോ ശത്രുക്കളാണോ എന്നും കൂടെ നമ്മൾ അറിയണം. അവർ രണ്ടുപേരും ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ബുധൻ്റെ ബന്ധുവാണെന്ന് നോക്കി. അല്ല, ബുധൻ്റെ ബന്ധുക്കൾ ആരാ? സൂര്യൻ ശുക്രനാണ്, ശത്രു ചന്ദ്രനാണ്, വ്യാഴം ഗുരു എന്ന് പറയുന്ന അത് എന്താണ്? സമനാണ്. അപ്പോൾ ശല്യങ്ങളൊന്നുമില്ല. ബുധന് വ്യാഴം എന്ന് പറയുന്നത് സമനാണ്. ഇനി തിരിച്ചു നോക്കണം. വ്യാഴത്തിന് അല്ലെങ്കിൽ ഗുരുവിന് ബുധൻ ആരാണ്? ബന്ധുവാണോ? സൂര്യൻ ചന്ദ്രൻ കുജൻ ശത്രുവാണ്. അപ്പം ബുധന് കുഴപ്പമൊന്നുമില്ല, സമനാണ്. ഓക്കെ, ബുധൻ പ്രശ്നക്കാരനല്ല. പക്ഷെ ഗുരുവിന് ബുധൻ എന്ന് പറയുന്നത് ശത്രുവാണ്. അപ്പോൾ ഇവിടെ മഹാദശാകാലമാണ്. ബുധനാണ് ഇവിടുത്തെ മെയിൻ ക്യാപ്റ്റൻ. അപ്പം അതിൻ്റെ ഉപദശാനാഥനായിട്ട് വന്ന ബുധനെ ആർക്കിഷ്ടമല്ല? വ്യാഴത്തിന് ഇഷ്ടമല്ല.
അപ്പോൾ വ്യാഴത്തിൻ്റെ അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ഐക്യമുള്ള ഒരു രീതിയിലല്ല ഇപ്പോഴത്തെ ദശാനാഥനും ദശ ഉപനാഥനും. എന്നുവെച്ചാൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല, എങ്കിലും നമുക്ക് താരതമ്യേന നമുക്ക് അവിടെ ഒരു ചെറിയൊരു അസ്വസ്ഥത ചെറിയ രീതിയിലൊക്കെ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് നമുക്ക് മാനസികമായിട്ടാണെങ്കിലും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ബുധൻ്റെ ഇതിൻ്റെ കാരകത്വം നോക്കണം. ബുധൻ എന്തിൻ്റെ കാരകനാണ്? വിദ്യാകാരകനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാരകത്വങ്ങളുണ്ട്, അതിൻ്റെ ഇമേജുകളൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഈ ഇത്ര ഇമേജുകൾ നമ്മൾ കൂട്ടി വെച്ചുകൊണ്ട് വേണം നമ്മളിത് കൂട്ടി വായിക്കാൻ. ബുധൻ്റെ വിദ്യാകാരകനാണ് ബുധൻ. വ്യാഴം എന്ന് പറയുന്നത് സന്താനകാരകൻ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല പല കാരണങ്ങളുണ്ട്. ഇനി അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ഇനി നോക്കേണ്ടത് എന്താ? വ്യാഴദശാകാലമാണ് ഇപ്പോൾ. ഈ വ്യാഴദശയിൽ വ്യാഴം ഗ്രഹനിലയിൽ എവിടെയാണ് നിൽക്കുന്നത്, വ്യാഴത്തിന് എത്രമാത്രം ബലമുണ്ട്, വ്യാഴം നീചത്തിലാണോ അതോ ഉച്ചത്തിലാണോ എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മുകളിലേക്ക് പോയി നമ്മൾ ആ ഗ്രഹനിലയിലേക്ക് പോകുന്നു. ഇവിടെ ആ ഗ്രഹനിലയിൽ നോക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രഹനിലയിൽ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. ആദ്യം നമുക്ക് വ്യാഴത്തെ നോക്കാം. ഇപ്പോൾ വ്യാഴദശാകാലമാണ്. വ്യാഴത്തിന് ബലമുണ്ടോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അവസ്ഥ എന്താണ്, ഓരോന്നായിട്ട് നോക്കുക. നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? സ്വക്ഷേത്രം ആണ് നമ്മൾ പഠിച്ചത്. വ്യാഴം സ്വക്ഷേത്രത്തിലാണ്, സ്വക്ഷേത്ര ബലവാൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ നമ്മളിവിടെ നോക്കിയാൽ അറിയാം, ഈ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം ഏതൊക്കെയാണ്. ആ വ്യാഴത്തിൻ്റെ പേരെഴുതിയേക്കുന്ന രാശിയാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് മീനം ആണ്. വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം ധനുവാണ്, അല്ലേ? അപ്പോൾ ഈ ഗ്രഹനിലയിൽ എങ്ങനെയാണ് വ്യാഴം നിൽക്കുന്നത്? സ്വക്ഷേത്രത്തിലാണോ? വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് ഈ മീനവും ഈ ധനുരാശിയും. വ്യാഴം എവിടെ നിൽക്കുന്നത്? വ്യാഴത്തിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്, സ്വക്ഷേത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് എന്താണ്? നല്ലൊരു ലക്ഷണമാണ്. എന്തുകൊണ്ടാണ്? സ്വന്തം ഗ്രഹത്തിൽ വ്യാഴത്തിന് എന്തുണ്ട്? സ്വക്ഷേത്ര ബലവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ തന്നെ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹം എന്താണ്? ബലവാനാണ്. അതുപോലെ തന്നെ ആ ദശാകാലത്ത് ആ ഗ്രഹത്തിൻ്റെ ബലവാനായ ഗ്രഹത്തിൻ്റെ ദശാസമയത്ത് ജാതകന് നല്ല ഗുണങ്ങൾ അനുഭവപ്പെടും. അതാണ് അതിൻ്റെ ഫലം.